السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അള്ളാഹു നമ്മുടെ ദർസ് കബൂലാക്കട്ടെ. ആമീൻ. ഒരുപാട് രോഗികളുണ്ട്. എല്ലാവരുടെ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കട്ടെ. അൽഹംദുലില്ലാ, ഒരു സഹോദരി നമ്മുടെ പഠിതാവിന് വേണ്ടി അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി. അള്ളാഹുവേ, അത് സ്വീകരിക്കണേ അള്ളാഹ്. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ കാമിലായ ശിഫാ നൽകണേ അല്ലാഹ്. ഇന്ന് എൻ്റെ നേരെ ഒരു അയൽവാസി അബ്ദുള്ള കുട്ടികാക്ക എന്ന് പറയുന്ന നല്ല ഒരു മനുഷ്യൻ ഇന്നലെ രാത്രി അർദ്ധരാത്രി മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് ഖബർ സ്വർഗമാക്കട്ടെ. ഖബറിലാദ്യ രാവാണ്. അല്ലാഹ് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരും അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അയ്യുഹൽ വലദ് 39ാമത്തെ ദർസ് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ഖുലാസയുടെ ദർസ് ഇനിയും കുറേ ആളുകൾ കേൾക്കാനുണ്ട്. എല്ലാവരും കേൾക്കണം, ആരും പിന്മാറരുത്. നിങ്ങളാണ് ഈ ദർസിൻ്റെ നിലനിൽപ്പ്, നിങ്ങളാണ് ഇതിൻ്റെ എല്ലാ സ്രോതസ്സുകളും. അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ. വസാലിസു, മൂന്നാമത്തത്, അൻ യകൂന മുസ്തർഷിദ, അവൻ മുസ്തർഷിദ് നന്മ തേടുന്നവനൊക്കെ തന്നെയാണ്. വകുല്ലു മാ ലാ യഫ്ഹമു മിൻ കലാമിൽ അകാബിർ, ഇസ്തിർഷാദ് നന്മ വഴിയെ തേടുന്ന ആളൊക്കെ തന്നെയാണ്. വകുല്ലുമാ, ഒന്നൊക്കെയും ലാ യുഫ്ഹമു മിൻ കലാമിൽ അകാബിരി, വലിയ വലിയ ആളുകളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകാത്തത്, യഹ്മിലു അലാ ഖുസൂരി ഫഹ്മിഹി, അവൻ ചുമത്തും അതിനെ. അവൻ യഹ്മിലു അലാ ഖുസൂരി ഫഹ്മിഹി, അവന് ഫഹ്മ് കുറവാണ്, മനസ്സിലാവല് കുറവാണ് എന്നതിൻ്റെ മേലിലാണ് ചുമത്തപ്പെടുക. വകാന സുആലുഹു, അവനും ചോദ്യങ്ങൾ ചോദിക്കും. വകാന സുആലുഹു ലിൽ ഇസ്തിഫാദ, മറുപടി കിട്ടാൻ വേണ്ടി, ഉപകാരം കിട്ടാൻ വേണ്ടി, ഇൽമ കിട്ടാൻ വേണ്ടി ആയിരിക്കും ഇയാളുടെ ചോദ്യം. പക്ഷെ അവൻക്ക് ഗ്രഹിക്കാനുള്ള ശേഷിയില്ല. ആള് നല്ല മനസ്സോടെ തന്നെയാണ് ചോദിക്കുന്നതൊക്കെ. പക്ഷെ പറഞ്ഞു കൊടുത്താൽ, വലിയ ആളുകൾ അതിന് മറുപടി കൊടുത്താൽ അവൻക്കത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അങ്ങനത്തെ ആളാണ് മൂന്നാമൻ. അതാണ് പറയുന്നത്, ലാക്കിൻ യകൂനു ബലീദൻ, അവന് ബുദ്ധിയില്ലാത്തവനാണ്. ലാ യുദ്രിക്കുൽ ഹഖായിഖ്, യാഥാർത്ഥ്യം എന്താന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല അവനക്ക്. അങ്ങനത്തെ ഒരു കുറച്ചൊരു ബാക്ക്വേർഡ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ടീമാണ്. അപ്പോൾ ഓനും കഥയില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. അവനോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് സയ്യിദി അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫലാ യംബഗി, യോജിച്ചതല്ല, അൽ ഇസ്തിഗാലു ബി ജവാബിഹി ഐള,
അവനും മറുപടി കൊടുക്കുക എന്നുള്ളത് അത്ര നല്ലതല്ല. കാരണം അവനക്ക് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല, അവനക്ക് മനസ്സിലാവൂല. മനസ്സിലാകാത്ത ആളോട് പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാവർക്കും മനസ്സിലാകണം എന്നുള്ള തിയറി ശരിയല്ലല്ലോ. കുത്താൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് എന്താ കാര്യം? അതിനറിയില്ലല്ലോ ഇത് ഖുർആനാണ്, ഇത് വേദഗ്രന്ഥമാണ്, കുത്താൻ പാടില്ല എന്നൊന്നും അറിയില്ല. അതുപോലെയാണ് ഇവനോടും മറുപടി കൊടുക്കേണ്ടതില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കമാ ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നഹ്നു മആശിറൽ അംബിയാ, ഞങ്ങൾ അംബിയാക്കളുടെ സംഘം, ഉമിർന, ഞങ്ങളോട് കൽപ്പനയുണ്ട്, അന്നുകല്ലിമന്നാസ, ജനങ്ങളോട് സംസാരിക്കാൻ, അലാ ഖദ്രി ഉഖൂലിഹിം, ഓരോരുത്തരുടെ ബുദ്ധി അനുസരിച്ചായിരിക്കണം ജനങ്ങളോട് ഒരു ദാഇ ഇടപെടേണ്ടത്. എല്ലാവരോടും ഒരുപോലെ പറയാൻ പറ്റൂല. അപ്പോൾ ജനങ്ങളുടെ ബുദ്ധിയും തൻ്റെ ഇടവും അവരുടെ കഴിവും പ്രാപ്തിയൊക്കെ അനുസരിച്ചായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. അത് ഞങ്ങളോട് കൽപ്പനയാണെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവരോട് അവരുൾക്കൊള്ളുന്ന രൂപത്തിലാണ് പറയേണ്ടത്. അതുകൊണ്ട് വലിയ വലിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടി, ഇവരുടെ ചോദ്യങ്ങൾക്ക് വലിയവർ മറുപടി പറയുമ്പോൾ അത് ഗ്രഹിക്കാനുള്ള ശേഷി അവർക്കില്ലാത്തത് കൊണ്ട് അവരെയും നമുക്ക് വെറുതെ വിടാം. വഅമ്മൽ മറളുല്ലദീ യഖ്ബലുൽ ഇലാജ്, അപ്പോൾ ചികിത്സ ഫലവത്താകുന്ന രോഗം ഏതാണ്? ഫഹുവ അൻ യകൂന മുസ്തർഷിദൻ, ആർക്കാണ് ചികിത്സ ഫലിക്കുക? മുസ്തർഷിദാണ്, റുഷ്ദിനെ തേടുന്ന ആളാണ്, നേർമാർഗം തേടുന്ന ആളാണ്. അതോടൊപ്പം ആഖിലൻ, ബുദ്ധി വേണം. അവനോട് മറുപടി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഫഹിമൻ, വലിയ ഗ്രാഹ്യശേഷി ഉണ്ടാകണം. ഇതുള്ള ആൾക്കാരോട് നമുക്ക് മറുപടി പറയാം, അവർക്ക് ചികിത്സ ഫലം ചെയ്യും. ലായക്കൂനു, അതോടൊപ്പം അവനാകാനും പാടില്ല മഗ്ലൂബൽ ഹസദി, ഭയങ്കര ഹസദ് ജയിച്ച, ഹസദിന് കീഴ്പ്പെട്ട ആളാകാനും പാടില്ല. വൽ ഗളബി, ദേഷ്യത്തിനും, വഹുബ്ബി ശഹ്വ, വൈകാരികതയോടുള്ള ഇഷ്ടം, വൽ ജാഹി വൽ മാൽ, സമ്പത്തിനോടും അതുപോലെ സ്വാധീനത്തോടും അധികാരത്തോടും ഒക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ അവനും ചികിത്സ സ്വീകരിക്കൂല. അവനോടും പറഞ്ഞിട്ട് കാര്യമില്ല, അവനോടും മറുപടി പറയേണ്ടതില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആരോടാ മറുപടി പറയേണ്ടത്? അസൂയാലുവിനോട് പറയണ്ട, ദേഷ്യക്കാരനോട് പറയണ്ട, ഒന്നും വിഷയങ്ങൾ മനസ്സിലാകാത്തവനോട് പറയണ്ട. ഇതൊന്നുമില്ലാത്ത നല്ല ഗ്രാഹ്യശേഷിയുള്ള, നല്ല ബുദ്ധിയുള്ള, നന്മ തേടുന്ന ആളുകളോട് മറുപടി പറയാം. വയകൂനു, അവനാകും താലിബത്തരീഖിൽ മുസ്തഖീം, ശരിയായ റൂട്ട് അന്വേഷിക്കുന്ന, അത് കണ്ടെത്തുന്ന, അത് പഠിക്കുന്ന ആളാകും. ഓനോടാണ് മറുപടി പറയേണ്ടത്. വലം യകുൻ സുആലുഹു, അവൻ്റെ ചോദ്യം അല്ല, വഇതിറാലുഹു, അവൻ്റെ വിമർശനങ്ങളും, അൻ ഹസദിൻ വതഅന്നുതിൻ വംതിഹാനിൻ, പരീക്ഷണത്തിന് വേണ്ടിയോ വാശിക്ക് വേണ്ടിയോ അസൂയ കാരണമോ ഒന്നും അല്ല. അവൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. നന്മയിലേക്ക് എത്തിച്ചേരണം, ചോദിച്ച് സ്വർഗത്തിലേക്കെന്ന് പറയുന്നത് പോലെ ആ ചോദ്യമാണ് അവൻ ചോദിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള ശേഷിയും പ്രാപ്തിയും കഴിവും തൻ്റെ ഇടവും ബുദ്ധിയും ഉണ്ടെങ്കിൽ അവനോട് മാത്രമേ മറുപടി പറയേണ്ടതുള്ളൂ എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് ഗുരുവും ശിഷ്യനും മാത്രമാക്കണ്ട, വീട്ടിലുണ്ടാവും ഇങ്ങനത്തെ ആളുകളൊക്കെ. അപ്പോൾ ആരോടൊക്കെ മറുപടി പറയണം, ആരോടൊക്കെ സംസാരിക്കണം എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായ ഒരു ബോധമാണ് ഗസാലി ഇമാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വഹാദാ യഖ്ബലുൽ ഇലാജ്, ഇയാൾക്ക് ചികിത്സ ഫലം ചെയ്യും.
ഫയജൂസു അൻ തസ്തഇല ബിജവാബി സുആലി, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയൽ അനുവദനീയമാണ്. ആര്? ബുദ്ധിയുണ്ട്, തൻ്റെ ഇടമുണ്ട്, നന്മ ആഗ്രഹിക്കുന്നുണ്ട്, ആ ആളാണ് ചോദിക്കുന്നതെങ്കിൽ അയാളുടെ ചോദ്യത്തിന് സത്യസന്ധമായി കൃത്യമായി മറുപടി പറയൽ അനുവദനീയമാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ബൽ യജിബു അലൈക ഇജാബതുഹു, അദ്ദേഹത്തിന് ഉത്തരം ചെയ്യൽ നിർബന്ധമാണെന്ന് പറയണം, നിർബന്ധമാണെന്ന് പറയണം. അപ്പോഴേ എന്താവുള്ളൂ, അത് പരിഹാരമാവുകയുള്ളൂ. അദ്ദേഹത്തിന് നല്ല മറുപടി കൊടുക്കണം. അതിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം വരും. ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ അതിന് മറുപടി, നല്ല മറുപടി കിട്ടുമ്പോൾ ആ മറുപടിക്കനുസരിച്ച് അവരിങ്ങനെ വളരും, ഒരുപാട് ഉയർച്ചയിലേക്ക് വരും, ഒരുപാട് ഇൽമ കിട്ടും, ഒരുപാട് അമലിലേക്ക് എത്തിച്ചേരും. അതൊക്കെ കാരണമാണ്. അപ്പോൾ എല്ലാവരോടും മറുപടി പറയുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ശൈലിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ആരോട് മാത്രമേ മറുപടി പറയേണ്ടതുള്ളൂ? ആരോട് മാത്രമേ പറയേണ്ടതുള്ളൂ? ബുദ്ധിയുള്ള, ഗ്രാഹ്യശേഷിയുള്ള, നന്മ ആഗ്രഹിക്കുന്ന ആളുകളോട് അവരുടെ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അല്ലാതെ വന്ന് കയറിയ മുഴുവൻ ആളുകളോട് ചോദ്യങ്ങൾക്കും മറുപടി പറയുക എന്നത് ഒരു ബുദ്ധിയുള്ളവൻ്റെ ശൈലിയല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സർവ്വദോഷങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ രോഗികളുടെ സർവ്വരോഗങ്ങളും അള്ളാഹു ശിഫയാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.